ഇന്നത്തെ നോമ്പ് വരെ നമുക്ക് വീട്ടിൽ വെച്ചിട്ടാണ്. അപ്പോൾ ഇന്ന് എന്തായാലും ഡ്രസ്സൊക്കെ എടുത്തിട്ട് പോകാമെന്നുള്ളൊരു മരിലാണ് ഷോപ്പിലേക്ക് വന്നത്. കാരണം പെരുന്നാൾ എടുക്കുന്ന സമയമാകുമ്പോഴത്തേക്ക് നല്ല തിരക്കാവൂലേ. ഞാൻ ഈ ഒരു ഡ്രസ്സും പിന്നെ ഈ ഒരു ഡ്രസ്സുമാണ് എടുത്തിട്ടുള്ളത്. നിങ്ങൾക്കിതിൽ ഏതാ ഇഷ്ടപ്പെട്ടതെന്ന് പറയണേ. അല്ലാണ്ട് ഞാൻ 2-3 ഡ്രസ്സ് ഇട്ട് നോക്കി, എനിക്കതൊന്നും മാച്ച് ആവുന്നില്ലായിരുന്നു. പിന്നെ ഞാൻ അതൊക്കെ ഉപേക്ഷിച്ചു. ആദ്യം കണ്ട 2 ഡ്രസ്സ് മാത്രം എടുത്തു. അങ്ങനെ ഷോപ്പിങ്ങിന് വേണ്ടി കുറച്ച് ടൈം എടുത്തിട്ടുണ്ടായിരുന്നു കേട്ടോ. അങ്ങനെ ഷോപ്പിംഗ് എല്ലാം കഴിഞ്ഞ് നമ്മൾ നേരെ വീട്ടിലേക്കാണ് പോകുന്നത്. ഇവിടുന്ന് പോകുന്നത് വരെ നമ്മുടെ വക ഒന്നും വേണ്ടാന്നുള്ളൊരു മൈൻഡായിരുന്നു. പിന്നെ അവിടെ ചെന്ന് കഴിഞ്ഞപ്പോൾ എന്തായാലും നമ്മൾ വന്നതല്ലേ, ഇനി കായ്പോളം ഉണ്ടാക്കി എല്ലാവർക്കും ഒന്ന് കൊടുക്കാമെന്ന് പറഞ്ഞു. ഇവിടെ ആരും കായ്പോളം ഒന്നും കഴിച്ചിട്ടില്ല കേട്ടോ. ഞങ്ങളുടെ നാട്ടിൽ ഇങ്ങനെയുള്ള ഐറ്റംസ് ഒന്നും ആരും ഉണ്ടാക്കാറില്ല. എന്നാൽ എന്തായാലും എല്ലാവർക്കും ഒന്ന് അത് ഉണ്ടാക്കി കൊടുക്കാമെന്ന് വിചാരിച്ചു. അങ്ങനെ അവൻ തന്നെയാണ് അതിൻ്റെ കുക്കിങ്ങും കാര്യങ്ങളും എല്ലാം ചെയ്തത്. വളരെ എളുപ്പമുള്ളൊരു സംഭവമല്ലേ, അതുകൊണ്ട് പിന്നെ വലിയ പണിയില്ലല്ലോ. ബാങ്ക് വിളിക്കാൻ 15 മിനിറ്റ് ഉള്ളപ്പോഴാണ് കേട്ടോ അവൻ പറയണത് കായ്പോളം ഉണ്ടാക്കാമെന്ന്. അതുകൊണ്ടാണ് കുറച്ച് ലേറ്റായി പോയത്. പക്ഷേ ബാങ്ക് വിളിക്കുന്നതിന് മുമ്പ് തന്നെ സാധനമൊക്കെ സെറ്റായി. പരീക്ഷിച്ചൊന്നുമല്ല. ഇവൻ എൻ്റെ അനിയനാണ് കേട്ടോ. ഇവൻ ഞാൻ ഉണ്ടാക്കുന്ന ഒന്നും അധികം കഴിക്കാറില്ല. കാരണം അവനറിയാം ഇതെല്ലാം പാളിപ്പോവാറേ ഉള്ളെന്ന്. ഈ ഫേസ് കണ്ടാലും അറിയാമല്ലോ ഇതിൻ്റെ ടേസ്റ്റ് എന്തായിരിക്കും എന്നുള്ളത്. ചെറുതായിട്ടൊന്ന് കരിഞ്ഞു പോയിട്ടുണ്ടായിരുന്നു. പക്ഷേ ടേസ്റ്റിന് വലിയ വ്യത്യാസമൊന്നും ഇല്ലായിരുന്നു. പക്ഷേ ഇവൻ്റെ ഈ എക്സ്പ്രഷൻ ഉണ്ടല്ലോ, ഇവൻ എന്നെ ശരിക്കും കളിയാക്കി കൊല്ലുമായിരുന്നു കേട്ടോ. ഇത്രയും കൂടുതൽ എക്സ്പ്രഷൻ ഇടാൻ മാത്രം അത്ര ബോറായി പോയെന്ന് എനിക്ക് തോന്നിയില്ല കേട്ടോ. പക്ഷേ ഇതൊക്കെ അവർ ആദ്യമായിട്ട് കഴിക്കുന്നില്ലേ, ഇതിൻ്റെ ടേസ്റ്റ് അവർക്കറിയില്ലല്ലോ, അതുകൊണ്ടൊരു സമാധാനം. പിന്നെ ഇതെൻ്റെ ഒരു അനിയത്തിയാണ് കേട്ടോ. ക്യാമറയുടെ മുന്നേ വരത്തില്ല, ഭയങ്കര നാണമാണ്. യാത്രയൊക്കെ ചെയ്തു വന്നുകൊണ്ട് ഇന്ന് നല്ല ക്ഷീണം ഉണ്ടായിരുന്നേ. അതുകൊണ്ട് നമ്മളിന്ന് കുറച്ച് കഴിഞ്ഞിട്ട് ഫുഡ് കഴിക്കാമെന്ന് വിചാരിച്ചു. അങ്ങനെ വീഡിയോ നമ്മളിവിടെ അവസാനിപ്പിക്കുകയാണ്. അപ്പം ഇഷ്ടമായാലും ഒന്ന് ലൈക്ക് ചെയ്തിട്ട് പോണേ എല്ലാവരും.